നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പം നമ്മളെല്ലാവരും വന്ന് എണീറ്റ് കൊടുക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. സ്ത്രീകൾ വന്നാലും നമ്മുടെ സീറ്റിൽ വന്നിരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ സീറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നമ്മളോട് ദേഷ്യപ്പെടുകയും എല്ലാം എണീറ്റ് പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് ഞങ്ങൾ ഈ സമത്വം വേണമെന്ന് പറയും. പക്ഷേ എവിടെയാണ് ഇത്? നമ്മൾക്ക് ഇതെന്ന് എന്താ പറയുക, അവർക്ക് തന്നെ പുതിയ പുതിയ നിയമങ്ങളും എല്ലാം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവർക്ക് വേണ്ടി ഫ്രീ ബസ് വിടുന്നു. ആ ഫ്രീ ബസ് വിടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ആൺകുട്ടികൾ ഈ മറുവശത്ത് ഉണ്ടെന്ന് ആരും തന്നെ ചിന്തിക്കുന്നില്ല. പുതിയ പുതിയ നിയമങ്ങൾ പെൺകുട്ടികൾക്ക് വരുന്നു. അത് സന്തോഷകരമായ എല്ലാ കാര്യങ്ങളും തന്നെയാണ്. പക്ഷേ ഇവിടെ ആൺകുട്ടികളെ പരിഗണിക്കപ്പെടണം. ഞങ്ങൾക്ക് ഫ്രീ ബസ് വിടണമെന്ന് ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾക്ക് ഈക്വലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരണം ഗവൺമെൻറ്. അതല്ലേ നല്ലത്. കാരണം എല്ലാ പെൺകുട്ടികൾക്കും തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൺകുട്ടികളും ഓപ്പോസിറ്റ് ഉണ്ട്. അതാരും തന്നെ ചിന്തിക്കുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ അവർക്ക് കൊണ്ടുവന്ന് മാത്രമല്ല, അതേപോലെ പുരുഷന്മാർക്കും കൊണ്ടുവരണം. അതാണ് എല്ലാം ചെയ്യേണ്ടത്. ഗവൺമെൻറ് അങ്ങനെ വേണം. എല്ലാം ഈക്വലായിട്ട് പോകണം. സമത്വം എന്ന് പറഞ്ഞാൽ ഇരുവർക്കും തുല്യതയായി പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെ പെൺകുട്ടികൾക്ക് ഫ്രീ ബസ് വരണോണ്ട് ഞങ്ങൾക്കതിൽ എതിർപ്പുമില്ല. അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോട്ടെ. ഓപ്പോസിറ്റ് പുരുഷന്മാരും ഉണ്ടെന്ന് ചിന്തിക്കുക. അതെല്ലാവരും ഒരുമിച്ച് ചിന്തിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾക്ക് ഈക്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കുന്നതാണ്.